മാന്യപ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. കണ്ണാടിയുടെ ഈ ലക്കം തിരുവനന്തപുരത്തിനടുത്ത് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച അനാഥമായ ഒരു പെട്ടിയെ പറ്റിയാണ്. സംഭവബഹുലമായ ആ കഥയിലേക്ക്. ഹലോ 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 ഇത് മുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു 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 പെട്ടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് AK1 2 3 4 5 എന്നൊക്കെ മറ്റോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് ഒന്ന് നോക്കണം. ഭരത്ചന്ദ്രൻ അങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ ഒന്ന് വിട്ടാലും മതിയായിരിക്കും. ഓക്കെ. പുല്ലല്ലടോ, അതൊരു പെട്ടിയാണ്, ഒരു വലിയ ബോക്സ്. ഭരത്ചന്ദ്രൻ, ഇതിൻ്റെ പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വലിയ ഒരു പെട്ടിയുടെ പുറത്ത് AK1 2 3 4 5 QF എന്ന് മറ്റുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. താനൊന്ന് അന്വേഷിച്ചാലേ പറ്റത്തുള്ളൂ. ഹലോ മിസ്റ്റർ പെരേര, എനിക്കൊരു സംശയം. ഈ AK എന്നത് അച്ഛമാമനോട് കളിച്ചായി ഇങ്ങനെയിരിക്കും എന്നാണോ? Brilliant, JP. I smell a rat. ഇതൊന്നും ഒന്ന് പരിശോധിക്കാൻ. അങ്ങനെ അല്ലടോ, ഇങ്ങനെ ദാ ഇതുപോലെ സ്ലോ മോഷനിൽ. എന്താടോ ഭരത്തെ, ഇങ്ങനെ ഓരോ പൊറോട്ട് നാടകം കളിക്കാതെ ഇതിലെന്താണ് ഒന്ന് കണ്ടുപിടിക്കാമോ? പൊറോട്ട് നാടകം കളിക്കും, ഞങ്ങൾ കളിപ്പിക്കും. എടോ, തനിക്കും തൻ്റെ പോലീസിനും ഒന്നും ചെയ്യാനുള്ള കഴിവില്ല. തുമ്മിച്ചൻ്റെ അതിദൂരം ബഹുവേഗം. താൻ എന്നോട് സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ ഞങ്ങളുടെ സഖാവ് ജെയിംസ് ബോണ്ടിനെ കൊണ്ടുവരും. ഉണ്ടാ 7 ഒരു ഉണ്ടയും കൊണ്ടുവരണ്ട. ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ അന്വേഷിക്കട്ടെ. ആരാണ് അയാൾ? ഞാൻ അയാൾ. सिलसिला है सिलसिला, सिलसिला है सिलसिला, सिलसिला है सिलसिला, सिलसिला है सिलसिला. എന്റെ കൂടെ പാടും ഈ സിൽസില ഹേ സിൽസില, സിൽസില ഹേ സിൽസില, സിൽസില ഹേ സിൽസില. മോദമോടെ ആടും ഈ സിൽസില ഹേ സിൽസില, സിൽസില ഹേ സിൽസില, സിൽസില ഹേ സിൽസില. പാടിയും തീർക്കും ഞാൻ എന്റെ മനസ്സിനുള്ളിലെ ദുഃഖങ്ങൾ. പെണ്ണിന്റെ പുഞ്ചിരി നെഞ്ചിൽ കൊണ്ടപ്പം വയസ്സാം കാലത്ത് പ്രേമം വന്നു. പാടിയും ഹേ ഹേ പാടിയും ഹേ ഹേ. കഷ്ടപ്പെട്ടെ ഞാൻ കഷ്ടപ്പെട്ടെ, എന്റെ കല്യാണം കഴിഞ്ഞപ്പം കഷ്ടപ്പെട്ടെ. ക്രിക്കറ്റ് കളിച്ചപ്പം നഷ്ടപ്പെട്ടെ, എന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടെ. എന്റെ കൂടെ പാടും ഈ സിൽസില ഹേ സിൽസില, സിൽസില ഹേ സിൽസില, സിൽസില ഹേ സിൽസില. നിങ്ങളിപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ? ക്രിക്കറ്റ് മണിമൂണും ഒക്കെ കഴിഞ്ഞ് പിന്നെ എപ്പോൾ എത്തിയായിരുന്നു? എല്ലാം വെയിറ്റ് ആയില്ലേ? ആകെ കിട്ടിയത് സ്വിസ് ബാങ്കിൽ ഒരു അക്കൗണ്ട് മാത്രം. എന്തായാലും ശരി തന്നെയാണ്. പിന്നെ ഈ പെട്ടിയിലുള്ളത് എന്താണെന്ന് ഒന്ന് നോക്കി പറയാൻ പറ്റുമോ? നോട്ടവയിലും സാധ്യമല്ല. പണ്ടൊരു പെട്ടി കാണിച്ച ഇങ്ങനെ എന്നെ പെട്ടിയിലാക്കിയത്. അതുകൊണ്ട് ഇനിയൊരു പെട്ടി തപ്പാൻ ഇങ്ങനെ ഞാൻ വിട്ടുതരില്ല. സോറി മിസ്റ്റർ CM, പുഷ്കു സമ്മതിക്കാതെ ഒരു പെട്ടിയും ഇനി ഞാൻ തപ്പില്ല. However,
ഈ കാറ്റിൽ ക്ലാസ് പെട്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരാളെ ഞാൻ US-ൽ നിന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആരെയാണ്? ഞാൻ തന്നെ, സൂപ്പർമാൻ. സൂപ്പർമാനോ? ഇതോ നിങ്ങൾ സാധാരണ മനുഷ്യർ അകത്തിട്ടുന്നത് പുറത്തിട്ടുന്നവനല്ലേ? ഷടാ, ഇത് വലിയ ശല്യമായുള്ളൂ. ഇയാളുടെ കൂടെ നടന്ന് എൻ്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ലാതായിരിക്കുകയാണ്. ഉണ്ടായിരുന്ന ഷഡ്ജം ഉണക്കാനിട്ടിരിക്കുകയാണ്. ഏതായാലും ശരി തന്നെ, ഈ പെട്ടി ഞാനൊന്ന് പരിശോധിക്കട്ടെ. ഇതിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നത് പോലെയുണ്ട്. സ്ത്രീയോ? ഹായ്, ഐ ആം ഹാപ്പി മാധവൻ. ഇവിടെ ആരോ സ്ത്രീ എന്ന് പറയുന്നത് കേട്ടു. അതെ സ്വാമി, ദാ ഈ പെട്ടിക്കകത്താണ് സ്ത്രീയുടെ ശബ്ദം കേട്ടത്. അവൻ സ്വാമിയല്ലേ? സ്വാമിയല്ലേ? ദൈവമേ, ഇതെന്തോ പ്രേതമാണെന്ന് തോന്നുന്നു. ബട്ട് ഡോൺ വറി, ഞാനൊരാളെ വിളിക്കാം. അയാൾ വന്ന് എല്ലാം ശരിയാക്കിക്കൊള്ളും. മഹാതാന്ത്രികൻ വിദ്വിതൻ സഹയാത്രികൻ കുളമുറ്റത്ത് കുത്തിയ കത്തനാ 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 കത്തിയാ മൊത്തം കത്തിയാ. എവിടെയാണ് പ്രിയതം? എടീ പ്രിയതമേ, നീ എന്നോട് സഹകരിച്ചാൽ നിനക്കും സുഖം, എനിക്കും സുഖം. നീ എന്നോട് സഹകരിച്ചില്ലെങ്കിൽ എനിക്ക് മാത്രം സുഖം. ദൈവമേ, ഇതേതോ ന്യൂ ജനറേഷൻ പ്രിയതമാണെന്നാണ് തോന്നുന്നത്. ഇതിനെ ഒഴിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ മൽപ്പിടുത്തത്തിലൂടെ തോൽപ്പിക്കാൻ പറ്റിയ ഒരാളുണ്ട്, അയാളെ ഞാൻ വിളിക്കാം. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീ അറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം, മധുരദേവാമൃതം മധുരദേവാമൃതം. ഹായ്, നല്ല പെട്ടി. ഈ പെട്ടി കിട്ടിയിരുന്നെങ്കിൽ ബട്ടൺസ് ഇട്ട് വയ്ക്കാമായിരുന്നു. എവിടെയാണ് പ്രേതം? ഈ പെട്ടിയിൽ എൻ്റെ നായിക ശ്രീവിദ്യയായിരിക്കും ഈ പെട്ടിയിൽ. അവൾ ഈയിടയ്ക്ക് പെട്ടിയിൽ കയറിയിരുന്നു. വിദ്യ, എൻ്റെ ശ്രീവിദ്യ. ഇത് ചെയ്തവന്മാർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ടാണ് ഞാൻ ഈ പെട്ടിയിൽ കയറിയത്. ഇതെന്റെ ശ്രീവിദ്യയല്ല. വല്ല ഹെലികോപ്റ്ററും കരഞ്ഞു കിട്ടിയാൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. ഞാൻ പോവുകയാണ്. എന്നാൽ നമുക്ക് ഇത് CBI ഏൽപ്പിക്കാമെന്നാണ് മന്ത്രിസഭയുടെ തീരുമാനം. നമ്മുടെ സേതുരാമയ്യരെ തന്നെ ഇതിനെ ഇങ്ങോട്ട് വിളിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സേതുരാമയ്യർ CBI-യോ? അങ്ങേ CBI വിട്ടു. ഇപ്പോൾ സേതുരാമയ്യർ IBS ആണ്. IBS-ഓ? IBS, ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് സെർച്ചസ്. ഞാനാ പട്ടി CBI? എവിടെയാ പെട്ടി? IBS ചേർന്നതിന് ശേഷം പുള്ളിയുടെ ക്വാളിറ്റി ആരെ പോയി. പവേർഡ് ബൈ ഐക്കാർഗോ എന്ന ലേബൽ ഇതിൽ കണ്ട. ഇപ്പൊ ശരിയാക്കി തരാം. വിക്രം, AKE 12345QF എന്ന ULD ഇപ്പോൾ എവിടെയുണ്ടെന്ന് നമ്മൾ സിസ്റ്റത്തിൽ നോക്കിയെന്ന് പറയടേ. ഞാനിവിടെ ക്ലിഫ് ഹൗസിൽ കുടുങ്ങിപ്പോയടേ. സാർ, അതിപ്പോ ലാക്സിലാടേ.
എന്തിനായാലും അതിൽ ആക്സിഡന്റ് സംഭവം ഇവിടെ കിടപ്പുണ്ട്. വിക്രം, സിസ്റ്റം നോക്കി ഷിപ്മെന്റിന്റെ ഷിപ്പർ കൺസൈൻ പറയടേ. സാർ, അത് ന്യൂസിലാൻഡിലുള്ള ഏതോ ഒരു കുശീൽ ദ്രോഹിയാണ്. കാറ്റഗറി ലൈവ് ആനിമൽ ആണ് സാർ. പെട്ടി പൊട്ടിച്ച്. ഓക്കെ ഓക്കെ സാർ, ഞാൻ ഈ പെട്ടി പൊട്ടിക്കാൻ പോവാണ് കേട്ടാ. ഇപ്പൊ തുറക്കും, എല്ലാവരും നോക്കിക്കോണം. പെട്ടി തുറക്കാൻ പോവാണ്, പെട്ടി തുറക്കാൻ പോവാണ്. ഓസ്ട്രേലിയയിൽ നമ്മുടെ സിസ്റ്റം സഹിക്കാൻ വയ്യാതായപ്പോൾ യൂസേഴ്സ് കയറ്റി വിട്ടതാ ഉഗാണ്ടയിലേക്ക്. ഉർവശി ശാപം ഉപകാരമായി. ഞാൻ ഇവിടെ എത്തി. ആസ്വദിക്കുക ജീവിതം, ആസ്വദിക്കുക യൗവനം. സിൽസില ഹേ സിൽസില, സിൽസില ഹേ സിൽസില. सिलसिला है सिलसिला सिलसिला है सिलसिला सिलसिला है सिलसिला सिलसिला है सिलसिला എന്റെ കൂടെ പാട് നീ സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില മോദമോടെ ആട് നീ സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില ആടിയും പാടിയും തീർത്താട്ടെ നിന്റെ മനസ്സിനുള്ളിലെ ദുഃഖങ്ങൾ. കുമിള പോലുള്ള ജീവിതത്തിൽ ഇന്ന് സങ്കടപ്പെടുവാൻ നേരമില്ല. ആടിയും പാടിയും ഹേയ് ഹേയ് ആടിയും പാടിയും ഹേയ് ഹേയ് ആടിയും പാടിയും തീർത്താട്ടെ നിന്റെ മനസ്സിനുള്ളിലെ ദുഃഖങ്ങൾ. കുമിള പോലുള്ള ജീവിതത്തിൽ ഇന്ന് സങ്കടപ്പെടുവാൻ നേരമില്ല. എന്റെ കൂടെ പാട് നീ സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില മോദമോടെ ആട് നീ സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില.